നമ്മൾ മലേഷ്യ പോയ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ തന്നെ എല്ലാവരും നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു, നിങ്ങൾ പാക്കേജ് എടുത്തിട്ടാണോ പോയതെന്നൊക്കെ. പക്ഷേ ഞങ്ങൾ ഒരു പാക്കേജും എടുത്തില്ല. നമ്മൾ ഒരു മാസം മുന്നേ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. അതുപോലെ ഹോട്ടൽസും ഒക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. നമുക്ക് കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. എയർ ഏഷ്യ ഫ്ലൈറ്റ് 12:30 ഫ്ലൈറ്റിന് കയറി ഒരു 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ മലേഷ്യയിലെത്തി. അത് കഴിഞ്ഞ് അവിടുത്തെ എയർപോർട്ടിലെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എയർപോർട്ടിൽ വെച്ച് തന്നെ ഒന്ന് ഫ്രഷ് അപ്പായി. കാരണം നമുക്ക് റൂമിൽ കയറുന്നതിന് ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറേ ടൈം നമ്മൾ എയർപോർട്ടിലൊക്കെ തന്നെ സ്പെൻഡ് ചെയ്തു. അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നമ്മൾ അപ്പർ വ്യൂ റെഗാലിയയിലാണേ നമ്മുടെ സ്റ്റേ എല്ലാം. അപ്പം ഈ അപ്പർ വ്യൂ റെഗാലിയയുടെ തൊട്ടടുത്ത് തന്നെ ഉള്ള സൺവേപുത്ര മാളിലാണ് നമ്മൾ ഫസ്റ്റ് പോയത്. കാരണം റൂമിൽ ചെന്ന് ഫ്രഷപ്പായിട്ട് നേരെ മോനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഈ മാളിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ചെറിയ ചെറിയ പർച്ചേസൊക്കെ നടത്തി. നമ്മുടെ റൂമിൽ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഇത് കാണുന്നത്. ഈ പെട്രോണാസ് ട്വിൻ ടവേഴ്സ് നമുക്ക് നല്ല സൂപ്പറായിട്ട് നമ്മുടെ റൂമിൽ നിന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പെട്രോണാസ് ട്വിൻ ടവേഴ്സ് കാണാനായിട്ട് പോയി. നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നേ. ചെന്ന സമയം അത്ര നല്ലതല്ലായിരുന്നു. പിന്നെ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അവിടെ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തരാനായിട്ട് കുറച്ച് ആൾക്കാർ കാണുമേ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പൂളിലേക്കാണ് പോയത്. ആ അപ്പർ വ്യൂ റെഗാലിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവിടെ മുകളിലുള്ള ഈ ഒരു പൂളാണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു മലേഷ്യയുടെ വ്യൂ, കോലാലംപൂരിൻ്റെ വ്യൂ എന്ന് പറയുന്നത് സൂപ്പറാണ്. പാർട്ട് 2 വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അതുവരെയും ബൈ.